ഏറ്റവും കൂടുതൽ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് മോഹൻലാലുമായിട്ടാണെന്ന്. മോഹൻലാലായിട്ട്. അപ്പം മോഹൻലാൽ തന്നെ പല ഇന്റർവ്യൂവിലും പറയാറുണ്ട്, എനിക്ക് പൊന്നമ്മ ചേച്ചി അടുത്ത് നിൽക്കുമ്പോൾ സ്വന്തം അമ്മ നിൽക്കുന്ന കാര്യമാണ്. ചില സ്ഥലങ്ങളിൽ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് അമ്മയെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുന്നത്. ഇതിൽ അമ്മയില്ലേ? അപ്പം ചേച്ചിക്ക് ഒരു ചെറിയ വാത്സല്യം കൂടുതൽ. എന്നോടും പലരും ചോദിച്ചിട്ടുണ്ട്, ഈ വയസ്സായ തള്ളമാരൊക്കെ മോനെ കൊണ്ടുവന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ദൈവമേ, എനിക്ക് മോഹനല്ലല്ലോ മോളല്ലേ, മോഹനലാലനെ അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ മോഹൻലാലിന്റെ ചേച്ചിക്കും അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ്. തീർച്ചയായിട്ടും എനിക്ക് സ്വന്തം മകനെ പോലെയാണ്. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും എനിക്ക് സ്വന്തം മോനാണ് ലാല്. അതുപോലെ ഈ തനിയാവർത്തൻ സിനിമയില് ഉഗ്രം പടമാണ് സുബി മലയാന്റെ. അതിൽ മമ്മൂട്ടിയുടെ അമ്മയാണ്. അതിൽ അവസാനം ഈ മമ്മൂട്ടിയുടെ പട്ട് സഹിക്കാൻ വയ്യാതെ അവസാനം ഒരു നിവൃത്തിയില്ല എല്ലാം നൽകുമ്പോൾ സ്വന്തം അമ്മ തന്നെ ചോറിൽ വിഷം വെച്ച് കൊടുക്കുന്നുണ്ട്. ഭയങ്കര, ഞാനൊക്കെ സിനിമ കണ്ടിട്ട് ഈ ആകാശദൂത് പോലെയൊക്കെ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള പടമാണ്. മലയാളത്തിലെ ഏറ്റവും നല്ല 10 പടങ്ങളെടുത്ത് അതിൽ തനിയാവർത്തനമുണ്ട്. ഉഗ്രം പടമായിരുന്നു. മമ്മൂട്ടിയായിട്ട് കുറച്ചുകൂടെ ഒരു എൽഡർലി ആളായിട്ട് തോന്നുമല്ലേ ചേച്ചി? അങ്ങനെയില്ല, ഇല്ല, മക്കളല്ലേ. അതെ, കറക്റ്റ്. ഞാൻ പിന്നെ ചേച്ചി ആദ്യം കണ്ടുള്ള മുമ്പ് 75 സിനിമയിൽ നിന്ന് ചെറിയ വേഷങ്ങൾ ചെയ്യുമ്പോഴും ചേച്ചിയുള്ള പടങ്ങളിലൊക്കെ സീമന്തപുത്രൻ അതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചേച്ചിയുടെ വീട്ടിലെന്താ കാര്യത്തിന് വേണ്ടി ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. മോളെ കണ്ടിട്ടുണ്ട്. ശ്രീദേവിയുടെ കൂട്ടുകാരിയാണെന്നല്ലോ, അവരൊന്നിച്ച് പഠിച്ചോ മോളുമായിട്ട്? എന്താ അടുപ്പം ചേച്ചിക്ക്? അതോ ചേച്ചിയുടെ വീടിന്റെ താഴെ താമസിച്ചു? എങ്ങനെ ഒരു പരിചയമുണ്ട് ശ്രീദേവി? എനിക്ക് നല്ല അടുപ്പമുണ്ട്. അപ്പൊ ബിന്ദുവിന്റെ ഫ്രണ്ട് ആണെന്ന് എനിക്ക് സംശയമില്ല. ഇല്ല, ചേച്ചിക്കാണ് അടുപ്പം. ചേച്ചിയുടെ വീടിന്റെ താഴെയോ മുകളിലോ എവിടെ താമസിച്ചു? ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ എങ്ങനെയാണ് ചേച്ചി? അവരൊക്കെ അമ്മ ആകാറുണ്ടോ? മറ്റേ ഫഹദ് ഫാസില്, നിവിൻ പോളി അങ്ങനെയുള്ളവരായിട്ടൊക്കെ അഭിനയിച്ചു. പിള്ളേരെല്ലാം മിടുക്കന്മാരല്ലേ? അതെ, ഈ ജനറേഷൻ എല്ലാം മിടുക്കന്മാരാ. ഫഹദ് ഫാസില്, നിവിൻ പോളിയുടെ ആക്ഷൻ ഹീറോ ബിജു കണ്ടല്ലേ? നല്ല രസമുള്ള പടമല്ലേ? രസമുള്ള പടം. അതിലിടയ്ക്ക് എൻ്റെ ആരാ പറഞ്ഞത് സെറ്റിൽ ആരോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ശിവാജി ഗണേശൻ സാറിന്റെ അമ്മയായിട്ട് വിളിച്ച ചേച്ചി പോയില്ലെന്ന് പറഞ്ഞു. അത് ചേച്ചി അതുകൊണ്ടല്ല, അവിടെ ഭയങ്കര ഓവർ ആക്ടിങ് അല്ലേ, നമുക്കത് പഴങ്ങൂല്ലെന്നാ. അതുകൊണ്ടാണ് എൻ്റെ ഈ സിനിമാ ജീവിതത്തിനിടയ്ക്ക് ഞാൻ സിനിമ വന്നിട്ട് 46 കൊല്ലം കഴിഞ്ഞ് ഇന്ന് വരെ ഞാൻ അന്നോട്ടുള്ള എല്ലാ മിക്കവാറും പടം കാണുമ്പോൾ ഒരു മോഡേൺ ഡ്രസ്സ് ഇട്ടോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഡ്രസ്സ് ഇട്ടോ ഞാൻ ഇതുവരെ ചേച്ചിയെ കണ്ടിട്ടേ ഇല്ല. എല്ലാത്തിലും ഒരു പടം ചെയ്തിട്ടുണ്ട്, എനിക്ക് പടത്തിന്റെ മോഡേൺ ഡ്രസ്സാണ്, സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട്. ആണോ? ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് അങ്ങനെ ചേച്ചിയെ സങ്കല്പിക്കാനേ വയ്യ. അയ്യോ, എനിക്കും വയ്യ. മധുസാറിന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? എനിക്ക് 10-22 വയസ്സുള്ളപ്പോഴാണ് അത് അഭിനയിക്കുന്നത്. തൊമ്മന്റെ മക്കൾ, ഇപ്പോഴത്തെ തൊമ്മന്റെ മക്കളല്ല, അന്നത്തെ. പിന്നെ തൊമ്മന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് കൊട്ടാര ശ്രീനാഥ് സാറൊക്കെ ആയിരുന്നു അല്ലേ? പിന്നെ അന്നത്തെ ഈ പറഞ്ഞില്ലേ, അന്നത്തെ കാലത്ത് ഫിലിം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മാതിരിയല്ല. ഇന്നിപ്പം വളരെ ഈസിയാണ് സിനിമ എടുക്കാൻ.